എല്ലാവർക്കും നമസ്കാരം. പോളിമേഴ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് വിശദമായിട്ട് കണ്ടു. ഈ വീഡിയോയിൽ സിന്തറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോളിമേഴ്സിൻ്റെ സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമ്മൾ പോളിമേഴ്സിനെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്ത പോലെ ഇലാസ്റ്റോമേഴ്സ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക്സ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് ക്ലാസിഫൈ ചെയ്ത അതേ ഓർഡറിൽ തന്നെ നമ്മളിവിടെ സിന്തറ്റിക് പോളിമേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിന്തറ്റിക് പോളിമേഴ്സും അതേ ഓർഡറിൽ നമ്മൾ പറയുകയാണ്. ആദ്യത്തത് ഇലാസ്റ്റോമേഴ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് റബ്ബേഴ്സ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ ബ്യൂണ എസ്, ബ്യൂണ എൻ ആൻഡ് നിയോപ്രീൻ. സോ ഇവിടെ ബ്യൂണ എസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മോണോമേഴ്സ് ബ്യൂട്ട 1,3-ഡൈൻ ആൻഡ് സ്റ്റൈറീൻ. ബ്യൂട്ട് 1,3-ഡൈൻ 3 ആൻഡ് സ്റ്റൈറീൻ 1 എന്നുള്ള രീതിയിലാണ് നമ്മൾ പോളിമറൈസ് ചെയ്യുന്നത്. ഇതൊരു അഡീഷൻ പോളിമറൈസേഷനാണ്. സോ ജസ്റ്റ് ആഡ് ആവും ഈ മോണോമേഴ്സ് തമ്മിൽ. ഓക്കെ, എന്നിട്ട് ബ്യൂണ എസ് കിട്ടുന്നു. ഈ ബ്യൂണ എസിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൾഫർ ലിങ്കേജസ്, ക്രോസ് ലിങ്കിങ്സ് കൊടുക്കും. എങ്ങനെയാണ്? വൾക്കനൈസേഷൻ വഴി. സോ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും അബ്രാഷൻ റെസിസ്റ്റൻസൊക്കെ കൂടും. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് പ്രധാനമായിട്ടും ടയർ ഇൻഡസ്ട്രിയിലും ഇൻസുലേറ്റിംഗ് വയേഴ്സ് ആൻഡ് കേബിൾസ്, അഡസീവ്സ് ആയിട്ട്, ദെൻ വെസൽസിൻ്റെ ലൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ദെൻ യൂസ്ഡ് ആസ് സോൾസ് ആൻഡ് അതർ കമ്പോണൻസ് ഓഫ് ഷൂസ്. ഓക്കെ, സോ ഇതാണ് ബ്യൂണ എസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അടുത്തത് ബ്യൂണ എൻ. ബ്യൂണ എൻ എന്ന് പറയുമ്പോൾ ബ്യൂട്ട് 1,3-ഡൈൻ അല്ലെങ്കിൽ 1,3 ബ്യൂട്ടാഡൈൻ പ്ലസ് അസറ്റോനൈട്രിൻ. ഓക്കെ, സോ ഇവിടെ എഗെയിൻ ഇതും 3:1 പ്രൊപ്പോർഷനിലാണ്. 3 ബ്യൂട്ടാഡൈനും 1 അസറ്റോനൈട്രിനും. ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിലൂടെയാണ് ഇതും അഡീഷൻ പോളിമറൈസേഷനാണ്. ഇവിടെ ഫ്രീ റാഡിക്കൽസ് വെച്ചിട്ടാണ് പെറോക്സൈഡ് ആൻഡ് ഹീറ്റാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. ഓക്കെ, ദെൻ ബ്യൂണ എൻ കിട്ടുന്നു. ജസ്റ്റ് അഡീഷൻ പോളിമറൈസേഷനാണ്, ജസ്റ്റ് ആഡ് ആവുന്നു മോണോമേഴ്സ് തമ്മിൽ. എഗെയിൻ നമ്മൾ ഇതുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വൾക്കനൈസേഷൻ ചെയ്യും. സൾഫർ ക്രോസ് ലിങ്കിങ്സ് കൊടുക്കും. സോ വൾക്കനൈസ്ഡ് ബ്യൂണ എൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗുഡ് റെസിസ്റ്റൻസ് ടു ഓയിൽസ് ആൻഡ് സോൾവൻസ് ആൻഡ് വെരി ഗുഡ് അബ്രാഷൻ റെസിസ്റ്റൻസ് ആൻഡ് ഡ്യൂറബിലിറ്റി കിട്ടും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് വരുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഓയിൽ സീൽസ് ആൻഡ് അതർ ഓയിൽ റെസിസ്റ്റൻ്റ് ആപ്ലിക്കേഷൻസ്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനുഫാക്ചർ ഓട്ടോമൊബൈൽ ആൻഡ് എയർക്രാഫ്റ്റ് പാർട്സ്, കൺവെയർ ബെൽറ്റ്സ് ആൻഡ് അഡസീവ്സ്. ഓക്കെ, സോ ഓട്ടോമൊബൈൽ എയർക്രാഫ്റ്റ്സ് പാർട്സിലും ദെൻ കൺവെയർ ബെൽറ്റ്, അഡസീവ്സ് തുടങ്ങിയ ഒരുപാട് ഫീൽഡിലും ഇത് അപ്ലൈ ചെയ്യും. ദെൻ അടുത്തത് നിയോപ്രീൻ അല്ലെങ്കിൽ പോളിക്ലോറോപ്രീൻ. സോ ക്ലോറോപ്രീൻ്റെ മാത്രമാണ് അതിൽ മോണോമേഴ്സ്. അതിനെ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയോപ്രീൻ കിട്ടും. ഓക്കെ, സോ ക്ലോറോപ്രീനെ ഓക്സിജൻ വെച്ചിട്ട് അഗെയിൻ ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്, അഡീഷൻ പോളിമറൈസേഷനാണ്. നിയോപ്രീൻ കിട്ടുന്നു. ഇതിൻ്റെ നിയോപ്രീൻ്റെ പ്രത്യേകത, നിയോപ്രീൻ ഇവിടെ വൾക്കനൈസേഷൻ ചെയ്യുന്നത് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ പ്രസൻസിലാണ്. ക്രോസ് ലിങ്കിങ്സ് കൊടുക്കുന്നു. നിയോപ്രീൻ ഇസ് വെരി റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ്, ലൈറ്റ്, കെമിക്കൽസ്, ഓയിൽസ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് വരുന്നത് it is used to make hoses, shoe heels, containers for hydrocarbons and corrosive chemicals. Then it is used for making conveyor belt, adhesives, then pipes. It is used to make pipes for carrying corrosive gases and oils. ഇതൊക്കെയാണ് നിയോപ്രീൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ദെൻ ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റോമർ കാറ്റഗറിയിലുള്ളത് കഴിഞ്ഞു. ദെൻ അടുത്തത് സിന്തറ്റിക് ഫൈബേഴ്സ്. സിന്തറ്റിക് ഫൈബേഴ്സിൽ പ്രധാനമായിട്ടും പോളി അമൈഡ്സ് ക്ലാസിഫിക്കേഷനും പോളി എസ്റ്റേഴ്സുമാണ് വരുന്നത്.
സോ പോളി അമൈഡിൽ വരുന്നതാണ് നൈലോൺ 6,6-ഉം നൈലോൺ 6-ഉം. സോ ആദ്യം നൈലോൺ 6,6. നൈലോൺ 6,6 എന്ന് പറയുമ്പോൾ അതിൻ്റെ മോണോമേഴ്സ് എന്തൊക്കെയാണ്? ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ ആൻഡ് അഡിപ്പിക് ആസിഡ്. സോ ഇത് തമ്മിൽ കണ്ടൻസേഷൻ പോളിമറൈസേഷനാണ് നടക്കുക. അവിടെ എന്താണ് കണ്ടൻസ് ചെയ്ത് പോകുന്നത്? ഒരു വാട്ടർ മോളിക്യൂൾ കണ്ടൻസ് ചെയ്ത് പോകും. സോ നൈലോൺ 6,6 കിട്ടും. നൈലോൺ 6,6 ഫൈബർ ഇത് ശരിക്ക് ഇത് കിട്ടുന്നത് ഒരു വയബിളായിട്ടുള്ളൊരു ഫോമിലായിരിക്കും. എന്നിട്ടത് സ്പിന്നററ്റ് വഴി ചെറിയ ഫൈബർ ഷേപ്പിലേക്കാക്കി മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ, സോ നൈലോൺ 6,6 ഫൈബർ എന്ന് പറയുന്നത് വളരെ ടഫാണ് ആൻഡ് സ്ട്രോങ് ആണ്. അപ്ലിക്കേഷൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സോക്സ് ആൻഡ് ഫാബ്രിക്സ്. ഓക്കെ, പ്രധാനമായിട്ട് ഇന്നർ വിയേഴ്സ്, സോക്സ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് നൈലോൺ 6,6 ഫൈബർ ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഫിഷിംഗ് നെറ്റ്സ്, ബ്രഷ് ബ്രിസിൽസ് ആൻഡ് റോപ്സ്. ഇപ്പോൾ ഇതേപോലുള്ള നമ്മളെ ചെറിയ ബ്രഷസ് പോലുള്ള അതിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നൈലോൺ 6,6 ഫൈബേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ ഫാബ്രിക്സിനും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പോളിഅമൈഡിൽ രണ്ടാമത്തെ കാറ്റഗറി നൈലോൺ 6 അല്ലെങ്കിൽ പെർലോൺ, അതും അല്ലെങ്കിൽ കാപ്രോൺ. ഇതൊക്കെ ഒരേ നൈലോൺ 6-ന് പറയുന്ന പേരുകൾ തന്നെയാണ്. ഇതിൻ്റെ സിന്തസിസ് സ്റ്റാർട്ട്സ് ഫ്രം സൈക്ലോഹെക്സൈൻ. സൈക്ലോഹെക്സൈന് ഓക്സിഡേഷൻ നടത്തുമ്പോൾ സൈക്ലോഹെക്സനോൺ കിട്ടുന്നു. ദെൻ അതിനെ ഹൈഡ്രോക്സിലമീൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം ഓക്സിൻ കിട്ടും. ഡബിൾ ബോണ്ട് NOH ഓക്സിൻ. ഓക്കെ, ദെൻ അതിനെ സൾഫ്യൂരിക് ആസിഡ് വെച്ച് നമ്മുടെ ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കപ്രോലാക്ടം എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ കപ്രോലാക്ടം ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്ത് പോളിമറൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നൈലോൺ 6 കിട്ടുന്നത്. ഓക്കെ, സോ നൈലോൺ 6ൻ്റെ അപ്ലിക്കേഷൻസ് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഗുഡ് ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ദസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫാബ്രിക്സ്, റോപ്സ്, ടയർ കോഡ് എക്സെട്ര. ഓക്കെ, ദെൻ അടുത്തത് പോളിയെസ്റ്റേഴ്സ്. പോളിയെസ്റ്റേഴ്സിൽ വരുന്നതാണ് ടെറിലിൻ അല്ലെങ്കിൽ ഡാക്രോൺ. സോ ടെറിലിൻ നമ്മൾ മുന്നേ എക്സാമ്പിൾ കണ്ടിരുന്നു. ടെറിലിൻ്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ടെറിതാലിക് ആസിഡ്. സോ 423 to 473 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ടെറിലിൻ എന്ന പോളിമർ ഉണ്ടാവുന്നു. ടെറിലിൻ ഇറ്റ് ഹാസ് എ വെരി ഗുഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് അപ് ടു 450 Kelvin. It is resistant to heat and moisture. It is stable towards many chemicals. സോ നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത്തും ഹീറ്റിനോടുള്ള റെസിസ്റ്റൻസും ഒരുപാട് കെമിക്കൽസിനോടുള്ള സ്റ്റെബിലിറ്റിയും ഒക്കെ ഈ ടെറിലിൻ്റെ പ്രത്യേകതയാണ്. അപ്ലിക്കേഷൻസ് പ്രധാനമായിട്ടും ഈ കോട്ടണുമായിട്ട് ചേർത്തിട്ടോ അല്ലെങ്കിൽ ഈ ടെറിലിൻ മാത്രമായിട്ടോ ഫാബ്രിക്സിൽ യൂസ് ചെയ്യും. ദെൻ ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് സീറ്റ് ബെൽറ്റ്സ് ആൻഡ് സെയിൽസ്. നമ്മുടെ പായക്കപ്പലിലൊക്കെ വേണ്ടിയിട്ട് ഈ ടെറിലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനടുത്തത് ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റോമേഴ്സ് കാറ്റഗറി കഴിഞ്ഞു, ഫൈബേഴ്സ് കാറ്റഗറി കഴിഞ്ഞു. അടുത്തത് പ്ലാസ്റ്റിക്സിൽ തെർമോപ്ലാസ്റ്റിക്സിൽ പോളിത്തീൻ, പോളിസ്റ്റൈറിൻ, PVC ആൻഡ് ടെഫ്ലോൺ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിമേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പോളിത്തീൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഉണ്ട്. ലോ ഡെൻസിറ്റി പോളിത്തീൻ, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് ആയിരിക്കും. ഹൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ഓക്കെ, സോ അതിൻ്റെ റിയാക്ഷൻ കണ്ടീഷൻസൊക്കെ വ്യത്യാസമുണ്ട്. ലോ ഡെൻസിറ്റി പോളിത്തീൻ ആവുമ്പോൾ എത്തീൻ അതാണ് മോണോമേഴ്സ്. അതിന് ഓക്സിജൻ ട്രേസസിൻ്റെ പ്രസൻസിൽ 473 Kelvin ആൻഡ് 500 to 1500 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോ ഡെൻസിറ്റി പോളിത്തീൻ കിട്ടും. സോ ഇത് ലോ ഡെൻസിറ്റി ആയതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി ഫ്ലെക്സിബിൾ ആയിരിക്കും. ദെൻ റെസിസ്റ്റൻറ്റ് ടു കെമിക്കൽസ് ആൻഡ് മോയ്സ്ചർ. സോ നമ്മുടെ പോളിത്തീൻ കവേഴ്സൊക്കെ ഈ ലോ ഡെൻസിറ്റി എത്തീനാണ് അല്ലെങ്കിൽ പോളിത്തീനാണ്. അപ്ലിക്കേഷൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് പാക്കിംഗ് ആൻഡ് റാപ്പിംഗ് ഫിലിംസ്, ലബോറട്ടറി വെയർസ്, വാഷ് ബോട്ടിൽസ്, ഇറിഗേഷൻ പൈപ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസുലേറ്റിംഗ് ഇലക്ട്രിക് വയേഴ്സ് ആൻഡ് കേബിൾസ്. ഇതിലൊക്കെ പോളിത്തീൻ LDPE യൂസ് ചെയ്യുന്നു. ദെൻ HDPE ഹൈ ഡെൻസിറ്റി പോളിയെത്തീൻ
സോ ഇവിടെ നമ്മൾ സീഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ടൈറ്റാനിയം ട്രൈക്ലോറൈഡും അലൂമിനിയം ഡൈ ഇഥൈൽ അലൂമിനിയം ക്ലോറൈഡും വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സിന്തസിസ് ഉള്ളത്. സോ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും 323 to 393 കെൽവിൻ ആൻഡ് 1 to 220 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഇതിനെ പോളിമറൈസ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഹൈ ഡെൻസിറ്റി പോളിയെത്തീൻ കിട്ടും, ലീനിയർ ആയിട്ടുള്ളത്. സോ ഇതിൻ്റെ പ്രത്യേകത ലീനിയർ ആയിട്ടുള്ളതായതുകൊണ്ട് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ഹൈ സ്റ്റിഫ്നെസ്, ഹയർ ഹാർഡ്നെസ്, റെസിസ്റ്റൻറ്റ് ടു chemicals and moisture. Okay, so it is used to make toys and other household articles. ഇതേപോലെയുള്ള ക്യാൻസ് എന്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് HDPE യൂസ് ചെയ്യും. ദെൻ പോളിസ്റ്റൈറീൻ. പോളിസ്റ്റൈറീൻ എന്ന് പറയുമ്പോൾ സ്റ്റൈറീനാണ് മോണോമേഴ്സ്, അതിൻ്റെ അഡീഷൻ പോളിമറൈസേഷൻ. ഓക്കെ, സോ ഇവിടെ പെറോക്സൈഡ്, ഇത് ബെൻസോയിൽ പെറോക്സൈഡാണ്, അതാണ് ഫ്രീ റാഡിക്കൽ ഇനീഷ്യേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അറ്റ് 353 കെൽവിനിൽ പോളിമറൈസ് ചെയ്യിക്കുമ്പോൾ പോളിസ്റ്റൈറീൻ കിട്ടും. സോ പോളിസ്റ്റൈറീൻ ലീനിയർ പോളിമറാണ്, റെസിസ്റ്റൻറ്റ് ടു ആസിഡ്സ്, ആൽക്കലീസ്, ഓക്സിഡൻസ് ആൻഡ് റിഡക്റ്റൻസ്. ഓൾമോസ്റ്റ് ഓൾ കെമിക്കൽസുമായിട്ട് ഇത് അൺറിയാക്റ്റീവാണ്. ദെൻ ബ്രിട്ടിൽ നേച്ചറാണ്, പുവർ ഹീറ്റ് റെസിസ്റ്റൻസ് ആൻഡ് പുവർ വെതറിങ് പ്രോപ്പർട്ടീസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇമേജ് കാണുമ്പോൾ തന്നെ അറിയാം. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ജാർസ്, ബോട്ടിൽസ്, TV and radio cabinets, toys, packaging materials. Then it is used for electrical insulation. നമ്മൾ പാക്കേജിങ് മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ എന്താണ് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു പാക്കേജിങ് മെറ്റീരിയലൊക്കെ പോളിസ്റ്റൈറീൻസ് ആണ്. ഓക്കെ, ദെൻ പോളിവിനൈൽ ക്ലോറൈഡ്, PVC. വിനൈൽ ക്ലോറൈഡാണ് മോണോമേഴ്സ്, അത് ഓക്സിജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ 293 കെൽവിൻ ടെമ്പറേച്ചറിൽ പോളിമറൈസേഷൻ നടന്നിട്ട് PVC ഉണ്ടാവും. PVC സ്റ്റഫ് റെസിസ്റ്റൻറ്റ് ടു ആസിഡ്സ്, ആൽക്കലീസ്, ഓക്സിഡൻസ് ആൻഡ് റിഡക്റ്റൻസ്. ഓക്കെ, ഇതിൻ്റെ അപ്ലിക്കേഷൻസ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് pipes, equipment parts. It is used for covering wires and cables. So interior materials ആയിട്ട് നമുക്ക് PVC യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പോളി ടെട്രാഫ്ലൂറോ എത്തിലീൻ, PTFE, അതല്ലെങ്കിൽ ടെഫ്ലോൺ. സോ ഇവിടെ എത്തിലിൻ്റെ 4 ഹൈഡ്രജനും മാറ്റിയിട്ട് അവിടെ ഫ്ലോറിൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെഫ്ലോണായി. ഹൈ പ്രഷർ ഫ്രീ റാഡിക്കൽ, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ പോളിമറൈസേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോളി ടെട്രാഫ്ലൂറോ എത്തിലീൻ അല്ലെങ്കിൽ ടെഫ്ലോൺ കിട്ടും. ഇതിൻ്റെ പ്രോപ്പർട്ടി, ഇത് ലീനിയർ പോളിമറാണ്, റെസിസ്റ്റൻറ്റ് ടു ഓൾ കെമിക്കൽസ് എക്സെപ്റ്റ് ആൽക്കലീസ്, ടഫ് ഹീറ്റ് റെസിസ്റ്റൻറ്റ്. സോ പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ നോൺ സ്റ്റിക്ക് യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് കോയിൽസ്, കപ്പാസിറ്റേഴ്സ്, generators, transformers, etc. It is used for coating cookware to produce non-stick utensils. അതുകൂടാതെ നമ്മൾ ലാബിൽ നമ്മൾ മാഗ്നറ്റിക് ബീഡൊക്കെ യൂസ് ചെയ്യും സ്റ്റിർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ടെഫ്ലോൺ കോട്ടഡ് ആണ് വരിക. അത് ഈ കെമിക്കൽസുമായിട്ട് അൺറിയാക്റ്റീവ് ആയതുകൊണ്ടാണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. ചൂടാക്കിയും കൊണ്ട് നമുക്ക് സ്റ്റിർ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ മാഗ്നറ്റിക് ബീഡ് ഉപയോഗിക്കും. അത് ടെഫ്ലോൺ കോട്ട് ചെയ്യാൻ കാരണം അത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ ആയതുകൊണ്ടാണ്. ഓക്കെ, സോ 4 തെർമോ പ്ലാസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? പോളി എത്തിലീൻ, അതിൽ തന്നെ LDPE, HDPE, പോളിസ്റ്റൈറീൻ അല്ലേ, പിന്നെ PVC ആൻഡ് ടെഫ്ലോൺ. അടുത്തത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ഫീനോൾ, ഫോർമാൽഡിഹൈഡ് റെസിൻസ് അല്ലെങ്കിൽ ബേക്കലൈറ്റ്സ്, പിന്നെ മെലമിൻ, ഫോർമാൽഡിഹൈഡ് റെസിൻസ്. ഈ 2 കാറ്റഗറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ആദ്യത്തത് ഫീനോൾ, ഫോർമാൽഡിഹൈഡ് റെസിൻസ് അല്ലെങ്കിൽ ബേക്കലൈറ്റ്സ്. സോ ബേക്കലൈറ്റ്സ് അതിൻ്റെ സിന്തസിസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്. സോ ഫീനോൾ, ഫോർമാൽഡിഹൈഡ് അസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിൻ്റെ പ്രസൻസിൽ ആദ്യം ഓർത്തോമീഥൈലോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ഓർത്തോമീഥൈലോൾ.
ഈ ഓർത്തോ മീത്തൈലോളിനെ നമ്മൾ വീണ്ടും എക്സ്റ്റെൻസീവായിട്ട് ഫോർമൈലേഷൻ, അതായത് ഫോർമാൽഡിഹൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൈ മീത്തൈലോൾ വരും, ദെൻ ട്രൈ മീത്തൈലോൾ വരും. ഓക്കെ, സോ ഈ ഡൈ മീത്തൈലോൾ, ട്രൈ മീത്തൈലോൾ, ഇവിടെയൊക്കെ ആൽക്കഹോളിക് ഗ്രൂപ്പുണ്ട്. ദെൻ ഫീനോളിൽ ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പുണ്ട്. സോ ഈ ആൽക്കഹോളിക് ഗ്രൂപ്പുകൾ അടുത്തടുത്ത് വരുമ്പോൾ അത് തമ്മിൽ കണ്ടൻസ് ചെയ്തിട്ട് വാട്ടർ പോയിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ ലിങ്കേജസ് വരും, ക്രോസ് ലിങ്കിങ്സ് വരും. അങ്ങനെയാണ് ഇതിൻ്റെ പോളിമറൈസേഷൻ വരുന്നത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇവിടെ ഒരു ഓർത്തോ മീത്തൈലോൾ ഉണ്ട്. ഓക്കെ, സോ ഇതിന് ആസിഡിക് പ്രസൻസിൽ ഈ ഓർത്തോ മീത്തൈലോൾ ഇതേപോലെ വേറെ ഒരു ഓർത്തോ മീത്തൈലോൾ ഇതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു CH2OH ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു CH2OH ഉണ്ടെങ്കിൽ എന്തായി, ഇവിടെ ഒരു CH2OH, അടുത്തതിൻ്റെ ഈ ഭാഗത്ത് ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. സോ അവിടെ Hഉം OHഉം കൂടെ കണ്ടൻസ് ചെയ്ത് പോയിട്ട് അവിടെ ഒരു CH2 ലിങ്കേജ് വന്നു. ഓക്കെ, സോ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഒരു CH2OH, ഇവിടെ ഒരു H മാത്രമാണെന്ന് വിചാരിക്കുക. അതേപോലെ ഇവിടെ ഒരു CH2OH, ഇവിടെ ഒരു H മാത്രമാണെന്ന് വിചാരിക്കുക. ആ Hഉം OHഉം കൂടെ കണ്ടൻസ് ചെയ്തിട്ട് ഒരു മെത്തിലിൻ ലിങ്കേജ് വരും. ഓക്കെ, സോ ഈ മെത്തിലിൻ ലിങ്കേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്രോസ് ലിങ്കിങ്സ് ആണ്. ഇത് നമ്മൾ ഓർത്തോ മീത്തൈലോൾ മാത്രമാണ് എടുത്തത്. അതേപോലെ ഓർത്തോ പാര ഉള്ള ട്രൈ മീത്തൈലോൾ വരികയാണെങ്കിൽ ഇതേപോലെ നമുക്ക് എക്സ്റ്റെൻസീവായിട്ട് ക്രോസ് ലിങ്കിങ്സ് വരും. ഓക്കെ, സോ ഡൈ ആൻഡ് ട്രൈ മീത്തൈലോൾ ഫിനോൾസ് കണ്ടൻസ് വിത്ത് ദംസെൽവ്സ് ഓർ ഫിനോൾ ടു ഫോം 3-dimensional ക്രോസ് ലിങ്ക്ഡ് ബേക്കലേറ്റ്സ്. ഇത് ഒന്നുകിൽ ഫീനോളുമായിട്ട് കണ്ടൻസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇതേപോലുള്ള ഡൈ ആൻഡ് ട്രൈ മീത്തൈലോൾ പരസ്പരം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് ക്രോസ് ലിങ്കിങ്സ് ആയിട്ടുള്ള 3-dimensional നെറ്റ്വർക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ 2 തരത്തിലുള്ള ബേക്കലൈറ്റ് ഉണ്ട്. ബേക്കലൈറ്റിൻ്റെ പ്രത്യേകത ഗുഡ് കെമിക്കൽ റെസിസ്റ്റൻസ് ആൻഡ് ഹീറ്റ് റെസിസ്റ്റൻസ് ആൻഡ് ഗുഡ് സ്റ്റെബിലിറ്റി. തെർമോസെറ്റിംഗ് ആണ്. സോ വൺസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ മോളിക്യൂൾസൊക്കെ കണ്ടൻസ് ചെയ്ത് പോയി, പിന്നെ ക്രോസ് ലിങ്കിങ്സ് വന്നു, പിന്നെ അത് ഇൻഫ്യൂസിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലായി. ഇവിടെ തന്നെ 2 തരത്തിലുള്ള ബേക്കലൈറ്റ്സ് ഉണ്ട്. ഒന്ന് അധികം ക്രോസ് ലിങ്കിങ്സ് ഇല്ലാത്ത ലോ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ, അതിനെ സോഫ്റ്റ് ബേക്കലൈറ്റ് എന്ന് പറയും. ദെൻ ഹൈ ക്രോസ് ലിങ്കിങ്സ് ഉള്ള ഹൈ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ ഹാർഡ് ബേക്കലൈറ്റ്സ് എന്ന് പറയും. സോ അപ്ലിക്കേഷൻസിൽ പ്രധാനമായിട്ടും സോഫ്റ്റ് ബേക്കലൈറ്റ്സ് ആണെങ്കിൽ അത് വാർണിഷസ്, ലാക്കേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. ദെൻ ഹീറ്റ് സെറ്റിംഗ്, അഡസീവ്സ് ഒക്കെ ആയിട്ട് പ്ലൈവുഡിൽ വേണ്ടിയിട്ട് അതൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. അത് അഡസീവ്സ് ഒക്കെ എന്താണ്, ഇവിടെ ലോ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ ആയതുകൊണ്ടാണ് ഇത്തരം ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഹൈ ഡിഗ്രി ഓഫ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഹാർഡ് ബേക്കലൈറ്റ്സ് ആണെങ്കിൽ, ഹൈ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ ആണെങ്കിൽ ഹാർഡ് ബേക്കലൈറ്റ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക്കൽ ഐറ്റംസ്, ടെലഫോൺ ഇൻസ്ട്രുമെൻറ്റ്സ്, കോംസ്, ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് അവിടെ ആ മെറ്റീരിയൽ കുറച്ചുകൂടെ ടഫ് ആൻഡ് ഹാർഡായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഹൈ ഡിഗ്രി ഓഫ് പോളിമറൈസേഷനുള്ള ഹാർഡ് ബേക്കലൈറ്റ്സ് ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നു. ദെൻ മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻസ്. സോ മെലാമിൻ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുമ്പം മോണോമേഴ്സ് മെലാമിനും ഫോർമാൽഡിഹൈഡുമാണ്. ഓക്കെ, ഇതിവിടെ ആൽക്കലൈൻ മീഡിയത്തിൽ ഇതെന്തായി, ഇത് തമ്മിൽ നമ്മൾ നേരത്തെ മീത്തൈലോൾ ഉണ്ടായ പോലെ ഈ ഫോർമാൽഡിഹൈഡ് മെലമിനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദെൻ ഇവിടെ ഒരു OH ഉണ്ട്. ഇത് അഗെയിൻ പോളിമറൈസേഷൻ നടന്നിട്ട് ഇത് ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസിൽ നോക്കുക, അടുത്ത ഫോർമാൽഡിഹൈഡ് ആഡായി. ദെൻ ഓർത്തോ ആൻഡ് പാര ഡയറക്ഷൻസിൽ, ഓർത്തോ ആൻഡ് പാര പൊസിഷൻസിൽ ഒക്കെ ഈ ഫോർമാൽഡിഹൈഡ് ആഡായി. സോ ഇങ്ങനെ വരുമ്പോൾ അത് തമ്മിൽ പരസ്പരം പോളിമറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓർത്തോ ആൻഡ് പാര പൊസിഷൻസിലൊക്കെ എക്സ്റ്റെൻസീവ് ക്രോസ് ലിങ്കിങ്സ് വരും. ഓക്കെ, സോ ഇതിനെയാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻസ് അല്ലെങ്കിൽ മെൽമാക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പ്രധാനമായിട്ടും അൺബ്രേക്കബിൾ ക്രോക്കറി
ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ലാമിനേറ്റഡ് സർഫസ് മെറ്റീരിയൽസ് നമുക്കറിയാം, ഇപ്പോൾ ഈ വുഡിൻ്റെ മേലെയൊക്കെ നമുക്ക് കോട്ടിങ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദേ ആർ യൂസ്ഡ് ആസ് ഇൻസുലേറ്റിംഗ് ആൻഡ് സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽസ്. നമ്മൾ സ്റ്റുഡിയോസിലൊക്കെ സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽസൊക്കെ ആയിട്ട് മെൽമാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് സിന്തറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിമേഴ്സ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സും ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടിയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയോട് കൂടിയിട്ട് നമുക്ക് ഈ പോളിമേഴ്സിൻ്റെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.